ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മികപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആമിക്കുട്ടിക്ക് കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. പറച്ചിൽ കേട്ടാൽ തോന്നും അത് സ്വർണ്ണക്കട മൊത്തം മേടിച്ചിട്ട് വരാനെന്ന്. അല്ല, ആമിക്കുട്ടിയുടെ 1-2 സ്വർണ്ണാഭരണങ്ങൾ പൊട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് വേറെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പോണത്. അപ്പോൾ ആമിക്കുട്ടി ബസ് കയറിയപ്പോൾ തന്നെ സൈഡായി ഉറങ്ങിപ്പോയി. കാരണം അവൾ അത്രയും നേരം ഉറങ്ങാണ്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം കവിത ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് കേട്ടോ വന്നേക്കണത്. നമ്മളെപ്പോൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറ്. ഉണ്ണിയുടെ 28-നും അത് കഴിഞ്ഞ് ബർത്ത്ഡേക്കും ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ എന്താ പറയുക, കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ ബിഹേവിയറൊക്കെ അടിപൊളിയാണ്. കസ്റ്റമർ സർവീസൊക്കെ സൂപ്പറാണ് കേട്ടോ. എനിക്കിഷ്ടം, ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരും. അപ്പോൾ നമ്മളിതാ അവിടെ പോയിരുന്ന് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ പോയിരുന്നതിന് സ്വർണ്ണക്കടയിൽ പോയി നമ്മുടെ പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികളൊക്കെ സ്വഭാവം എല്ലാവിടേക്കും ഒന്ന് കണ്ണോടിച്ച് വിടും അല്ലേ. അപ്പോൾ അടിപൊളി വളകളും നെക്ലേസുകളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വളകളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമി പതുക്കെ എണീക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മളിതാ ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതാ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് അവിടുത്തെ മാല. അപ്പോൾ അവിടെ അടിപൊളി കളക്ഷൻസാണ് കേട്ടോ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒറ്റപ്പാലം. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗോൾഡ് എടുക്കാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് വന്നാൽ മതിട്ടാ. ഒറ്റപ്പാലം മറ്റേ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. സൂപ്പർ കസ്റ്റമർ സർവീസാണ്. അപ്പോൾ ആമിയുടെ വളം ഒന്നും ഊരാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കത്തിരിക്ക കൊണ്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇത് പോണത് കണ്ടോ, ആമീനെ കിടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുന്നതാണ്. അപ്പോൾ ആമീനെ അതിൽ കിടത്തിയാലൊന്നും കിടക്കൂല, അവൾ ഫുള്ള് ഓടി കളിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ അത് കൊണ്ടുപോയിട്ടാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആമിക്ക് ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഒരു കൈച്ചേന് പിന്നെ ഒരു വള എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചേട്ടൻ്റെ കയ്യിൽ കണ്ടോ ഒരു കൈച്ചേ ഇങ്ങനെ ബോളായിട്ട് എൻ്റെ പാദസരത്തിൻ്റെ സെയിം മോഡലാണ് കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അത് ഈ സൈഡിലുള്ളത് ഒരുപാട് ഇഷ്ടമായിട്ടാണ്. പക്ഷെ അത് വേഗം പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. പിന്നെ വിചാരിച്ചു എന്നാൽ അതുപോലത്തെ കൈച്ച എടുക്കാമെന്ന്. ബോളാണ്. പിന്നെ അത് വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര വലിപ്പം കണ്ട, ഭയങ്കര വലിപ്പം. അത് ഊരിപ്പോരും. പിന്നെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഊരിക്കളയലും പിന്നെ അതിൻ്റെ പിന്നാലെ ഓടലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കഴിച്ച ഇത് വേണ്ട, പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുക്കാമല്ലോ. അമ്മയൊന്നും കൂടി തടിയൊക്കെ വെക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ചെറുതൊന്നും ഉണ്ടാക്കിക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കലും ഇട്ട് നോക്കലൊക്കെ ആയിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ വാച്ച് മോഡൽ ഉണ്ടായിരുന്നു. അതൊക്കെ ആൺകുട്ടികൾക്ക് കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ കുറേ മോഡലുകളുണ്ട്. പിന്നെ എന്താ വിചാരിച്ചു എന്നാൽ കഴിച്ചേ വേണ്ട, നമുക്ക് നേരെ വളയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് നോക്കിയിട്ട് സെയിം നല്ലത് ഉണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ട് പിന്നെ വളയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്നാൽ അത് വേണ്ട. പിന്നെ ഞങ്ങൾ വള നോക്കിയപ്പോൾ വളയിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. 2 ഗ്രാം മുതൽ 3 ഗ്രാം വരെ ഉള്ളതും അരപ്പവൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പവനിലാണ് കേട്ടോ നോക്കാം. 3 പവനിലല്ല, സോറി, 3 ഗ്രാം തെറ്റിപ്പോയതാണ് കേട്ടോ. 3 ഗ്രാമാണ്. അപ്പോൾ 3 ഗ്രാമിലുള്ളതാണ് കേട്ടോ നോക്കിയത്. പിന്നെ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. മാസം 1000, 2000, 3000, 4000 എത്ര വെച്ച് വേണമെങ്കിലും അടയ്ക്കാം. 12 മാസത്തേക്ക്, 1 വർഷത്തേക്കാണ് സ്കീമുള്ളത്. ആ 12 മാസം കറക്റ്റ് ആകുമ്പോൾ എത്ര പൈസ നമ്മുടെ അക്കൗണ്ടിലുണ്ടോ ആ അക്കൗണ്ടിൽ നമുക്ക് സ്വർണം മേടിക്കാം. അപ്പോൾ നമ്മൾ ചിലവാക്കണേക്കാട്ടി കുറച്ചുകൂടി കൂടുതൽ സ്വർണ്ണം എന്തൊക്കെയോ സ്കീമാണ്. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. നല്ല സ്കീമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചേർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് മൂക്കുത്തി മേടിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് മൂക്ക് കുത്താനുള്ള ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട് ഗൈസ്. ഏട്ടൻ പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി കുത്തി തരാമെന്ന്. നടക്കുമോ ആവോ. അപ്പോൾ കുറേ മൂക്കുത്തി ഉണ്ട് പറഞ്ഞാൽ കുറേ മൂക്കുത്തി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ മൂക്കുത്തിക്കും സെക്കൻഡ് സ്റ്റേറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡയമണ്ട് ഉണ്ട്, ഡയമണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂക്കുത്തി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഡയമണ്ട് ടൈപ്പ് തന്നെ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. ഡയമണ്ടാണ് കേട്ടോ, അത് ഡയമണ്ട് ടൈപ്പ് അല്ല, ഡയമണ്ടാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്താ പറയുക, സ്വർണ്ണം ഉരുക്കണോടത്തേക്ക് ഞങ്ങളതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ വളമൊന്നും ഉരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. പിന്നെ നമ്മുടെ വീട്ടിലും സെയിം പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാമനും ആരും ഒന്നും പണിക്കൊന്നും ഇരിക്കണില്ല. അവരൊക്കെ എന്താ പറയുക, ഫീൽഡ് ഔട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മൂത്ത മാമൻ ഗൾഫിൽ സ്വർണ്ണപ്പണിനാണ്, ജിമിക്കിയുടെ തന്നെ ആയിരുന്നു.
ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും കേട്ടോ. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അതിലേക്ക് ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ. പിന്നെ സ്വർണ്ണം ഉരുക്കണത് ചിലർ വിചാരിക്കും എളുപ്പമുള്ള പണിയാണ്. അത്ര എളുപ്പമുള്ള പണിയൊന്നല്ല. ഓരോന്നും ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഈ പരിപാടിയൊക്കെ. എനിക്കും ഇഷ്ടമായിരുന്നു സ്വർണ്ണം ഉരുക്കാൻ. ഞാനും സ്വർണ്ണം ഉരുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. സ്വർണ്ണം ഉരുക്കുക, സ്വർണ്ണം കമ്പി വലിക്കുക, അങ്ങനെയൊക്കെ പറയും. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നമുക്ക് 5K ഫാമിലി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും സപ്പോർട്ട് വേണം. നമുക്കിതാ ഏതൊരു വീഡിയോയ്ക്കല്ല, നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് 1 lakhന് മേലെ വ്യൂസ് കയറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ട് 10K കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം 1K ആയിരുന്നപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ 10K ആയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ അത് 1 lakh ആയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇനിയും കയറി വരട്ടെ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും മോണിറ്റൈസേഷൻ ആയോന്ന്. മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. അതിനൊക്കെ ഇനിയും സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇറങ്ങിയത് ഒരു 4:30 ആകുമ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എത്തുമ്പോൾ ഒരു 6 മണിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വേഗം പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 6:45, 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/4 മണിക്കൂറോളം നമ്മൾ ജ്വല്ലറിയിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ കവിത ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ എന്താ പറയുക സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിലാണ് നമ്മൾ ഉണ്ടാക്കാൻ കൊടുക്കാറ്. എൻ്റെ മാലയും പാദസരവും മൂതിരും കഴിച്ചിനൊക്കെ അവിടെ ഉണ്ടാക്കിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആമിക്കുള്ളത് മാത്രം, ആമിക്കുള്ള ഈ വളയും മാലയും ഇതൊക്കെ മാത്രമേ സ്വർണ്ണക്കടയിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളങ്ങനെ സ്വർണ്ണം മേടിക്കാത്ത ആൾക്കാരുണ്ട്. ഫുള്ള് നമ്മൾ സ്വർണ്ണം കൊടുത്ത് നമ്മൾ വേറെ പുതിയ സ്വർണ്ണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഗൈസ്, എനിക്ക് ഇപ്പോഴത്തെ ഒരു പ്രത്യേക തരം ഒരു ആഗ്രഹം കയറിയിട്ടുണ്ട്. താലിമ ഡയമണ്ടിൻ്റെ കല്ല് വെച്ചിട്ടുള്ളത് വേണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അത് ഞാൻ എന്തായാലും സാധിച്ചിരിക്കും. ആ ഓം എഴുതിയിട്ട് കണ്ടോ ഈ സൈഡിൽ ഇങ്ങനെ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നേലും ഒരു ദിവസം ഞാനത് എടുത്തിരിക്കും ഗൈസ്. ഒരു ചെറിയ താലിമാലയും അതേപോലെ ആക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് വള എടുത്തേക്കണേ. 2 വള 2.5 ഗ്രാം അങ്ങനെ 5 ഗ്രാമിൻ്റെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ കണ്ണാടി കണ്ട ഞങ്ങളുടെ കോപ്പറാട്ടിത്തരത്തിന് ഒരു കുറവുണ്ടാവില്ല. ഞങ്ങൾ കുറേ നേരം അതിൽ ഭംഗി നോക്കി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളിതാ ബില്ല് പേ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ നിന്നിട്ട് ബില്ല് പേ ചെയ്യണം. അതിൻ്റെ ഇടയിൽ ആമി കരയുന്നുണ്ട്. ആമിക്ക് ഓരോരുത്തർ കളിപ്പിക്കുന്നുണ്ട്. പിന്നെന്താ വെള്ളം കുടിക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൾ മേശേൻ്റെ മണ്ടേമ കയറിയിരിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അവള് ഭയങ്കരമായിട്ട് എല്ലാവരോടും ചിരിച്ചിട്ടും കളിച്ചിട്ടും കോപ്പറേറ്റീവ് കാട്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അവളേനെ. പിന്നെന്താ സോക്സ് ഇട്ടിട്ട് അതിൻ്റെ നിലത്ത് കൂടെ ഓടി കളിച്ചിട്ട് പടക്കോന്ന് പണ്ടൊരു വീഴ്ചയും വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഗംഭീര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ വളേൻ്റെ ഉള്ളിൽ കൂടെ പ്ലാസ്റ്റിക് വള ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഞെണങ്ങി പോവും. അപ്പോൾ അത് കാരണം പ്ലാസ്റ്റിക് വള ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ബില്ലിൽ സീലൊക്കെ ചെയ്ത് അടിപൊളി പാക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗോൾഡ് പാക്കറ്റ് നമുക്ക് തന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി ഇറങ്ങി നമ്മളെന്തായാലും ബസ്സിൽ കയറിക്കാനെ പിന്നെ സാധനങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ സ്വാഭാവികമാണ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം 2 പാക്കറ്റിൽ ഐസ് എന്താ പറയുക എന്തൊക്കെ മഞ്ചല്ല മിൽക്കി ബാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഡപ്പ തുറക്കാൻ കിട്ടാണ്ട് ആകെ വലഞ്ഞു. പിന്നെന്താ ഐസ്ക്രീം ആകെ വെള്ളം പോലെയാണ്, ലൂസ് പോലെ ഉണ്ടായിരുന്നില്ല, തിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് അടിച്ച് പൊളിച്ചത് ബസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഗോൾഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ പേഴ്സാണ്. പേഴ്സ് സൂപ്പറാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. നല്ല ക്വാളിറ്റി ഉള്ള പേഴ്സാണ് കേട്ടോ. എടുത്ത സാധനം കാണിക്കാണ്ട് ഫ്രീ ഇത് കാണിക്കാം കണ്ടാ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. കവിതയുടെ പേഴ്സാണ്. അപ്പൊ ഇതാണ് കേട്ടോ പേഴ്സ്. അടിപൊളി പേഴ്സാണ്. 1 2 3 4 കളറൊക്കെ ഉണ്ട് കേട്ടോ. 4 കളറല്ല. പിന്നെ വന്നിട്ട് നമുക്കിത്
കവിത ജ്വല്ലറിയുടെ എന്താണാവോ എന്ത് 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 രണ്ട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് തുറന്നു നോക്കിയതാണ് അല്ലേ? അതെ, അടിപൊളി ഗ്ലാസ് ആണ് കേട്ടോ. സൂപ്പർ ഗ്ലാസ് ആണ്, നല്ല രസമുണ്ട് കാണാൻ. നല്ല ചായ ഒക്കെ കുടിക്കാൻ, നല്ല കട്ടൻ ചായ പീടിയൊക്കെ ഉള്ള. ആമിക്ക് ചായ കുടിച്ചിട്ട് നിലത്തിട്ട് പൊട്ടിയ ഗ്ലാസ് ആയി. സൂപ്പർ ഗ്ലാസ് ഒറ്റേർന്നുണ്ടാവുള്ളൂ അമ്മയ്ക്ക്. അപ്പൊ നമുക്കിനി ഗോൾഡ് കാണാല്ലേ. ശരിക്കും ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവിടെ ഇവിടെയൊക്കെ ഷെയ്ക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അത് നല്ല രീതിയിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇതാ തുറന്നു നോക്കാല്ലേ. ഇത് ഞങ്ങളും തുറന്നു നോക്കിയിട്ടില്ല കേട്ടാ. ഇത് ഞങ്ങൾ തുറന്നു നോക്കിയിട്ടില്ല. സൂപ്പർ പാക്കിംഗ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുന്നേ ഓൾറെഡി ഇതേപോലത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആമിക്ക് മാലി 28-ന് മാലയും കമ്മലും ഞങ്ങൾ അവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും വളയൊക്കെ എടുത്തപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ബോക്സ് ആണ്. ഈ ബോക്സ് എനിക്കാണ്. എനിക്ക് നശിപ്പിച്ച് വള അല്ല, ഇതേ മോഡൽ വള തന്നെയായിരുന്നു തോന്നുന്നു. അവളെ കഴിഞ്ഞ വളയും അല്ല, അത് പ്ലെയിൻ ആയിരുന്നു. പ്ലെയിൻ അല്ല, ഇങ്ങനത്തെ ഒരു മോഡൽ തന്നെയാണ്. ഇങ്ങനത്തെ ഡിസൈൻ ആയിട്ടുള്ള തന്നെയാണ്. അതെ, സെയിം ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഏകദേശം ഇതേ മോഡലൊക്കെ ആയിരുന്നു അവൾക്ക്. ഇത് രണ്ടും കൂടിയിട്ട് 3/4 അടുത്തുണ്ട് കേട്ടാ. പിന്നെ ഒരു കുഞ്ഞു മൂക്കുത്തി. ഗൈസ്, ഞാൻ മൂക്ക് കുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് ഒരു മൂക്കുത്തി എടുത്തതാണ്. എങ്ങനെ ചിക്കു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മക്ക് മേടിച്ചതാണ് കേട്ടോ മൂക്കുത്തി. അപ്പൊ അഥവാ ഞാനെങ്ങാനും ഏതെങ്കിലും ഒരു കാലത്ത് മൂക്ക് കുത്തുകയാണെങ്കിൽ എടുക്കും. വേറെ കാര്യം. ഓക്കെ, വെഡിങ് ആനിവേഴ്സറിക്ക് ഏറ്റവും കുത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെഡിങ് ആനിവേഴ്സറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. നമുക്ക് രാമിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വള. ആമി, അമ്മ വള ഇട്ടേ കുട്ടിനെ. ഹായ്, ഇത് വള ഇട്ടേ വള. സ്വർണത്തിനോട് ഇതൊന്നും അവൾക്ക് സ്പോഞ്ച് മതി. ഹായ് ഹായ്, ഈ വള എടുത്തോ. അതെടുത്തോ. ഗൈസ്, നെക്സ്റ്റ് വള ഇട്ട് കൊടുക്കുകയാണ്. ഹായ്, സുന്ദരിയായി ഞങ്ങള് വള കണ്ടോ ഗൈസ്? വള കണ്ടോ ഗൈസ്? ഒന്ന് പോവോന്നൊക്കെ നിങ്ങൾ കളിക്കട്ടെ. ഓക്കെ, മൂക്കുത്തി സുരക്ഷിതമായിട്ട് എന്നെ പിടിക്കൂ. യെസ്. ഓക്കെ, നമുക്ക് തീർത്തേക്കാം. അപ്പൊ നമ്മുടെ ഗോൾഡ് പർച്ചേസിംഗ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.